നമസ്കാരം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാനത്തിലെ ആളുകളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ എല്ലാം കൊണ്ടും സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എന്നാൽ അവരുടെ അഭിപ്രായങ്ങളെ പോലും ഹനിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത്തരമൊരു അവസ്ഥയ്ക്കാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് സാക്ഷ്യം വഹിച്ചത്. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ അഭിമന്യ തട്ടിൽ പിതാവിന് നൽകിയ സ്വീകരണ യോഗത്തിന് അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചത് അഭിമന്യ പെരുന്തോട്ടം പിതാവായിരുന്നു. ആ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ്. സ്വീകരണ യോഗത്തിൽ അധ്യക്ഷ പ്രസംഗത്തിൽ മാർ പെരുന്തോട്ടം പിതാവ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടേണ്ട വളരെ വലിയ തൻ്റെ ഒരു ഉത്കണ്ഠ പങ്കുവച്ചു. ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, സീറോ മലബാർ സഭ വിശ്വാസികൾ ഇന്ന് ലോകമെങ്ങുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട്. ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു. ഈ മനോഹര ദൈവത്തിൻ്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. അങ്ങനെ ആ രീതി ഇവിടെ സഭയും രാഷ്ട്രവും പരസ്പര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ശക്തികളല്ല, മറിച്ച് ജനത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പരസ്പര പൂരകമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. മതം ജനത്തിന്റെ പ്രധാനമായിട്ടും ആത്മീയ ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ അധികാരം മനുഷ്യന്റെ ഭൗതിക ക്ഷേമം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നു. ഈ കാര്യത്തിൽ പരസ്പരമുള്ള സഹകരണം ആവശ്യമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം അഭംഗരം സംരക്ഷിച്ച് എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വതന്ത്രമായിട്ടും സ്വസ്ഥമായിട്ടും എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തവർക്കും ഇവിടെ സ്വസ്ഥമായിട്ട് സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തിന്റെ ആ ശ്രേഷ്ഠ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സംരക്ഷിച്ചു പാലിച്ചു പോന്ന ആ ഒരു മൂല്യം, അതിന് യാതൊരു പോറലും ഏൽക്കാൻ ഇടയാവരുത്. ഞങ്ങളുടെ ഇതുപോലെയുള്ള പരിപാടികളിൽ പലപ്പോഴും രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിക്കാറുണ്ട്. അതിന്റെ അർത്ഥം ഞങ്ങൾ രാഷ്ട്രീയ അധികാരത്തെ എന്നും മാനിക്കുന്നവരാണ്. അവരുമായിട്ട് എപ്പോഴും സമാധാനത്തിൽ സൗഹൃദത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചില ആവശ്യങ്ങൾ സാധിക്കേണ്ടതായിട്ടുള്ള ന്യായമായ അവകാശങ്ങൾ അത് ന്യായമായ രീതിയിൽ അവതരിപ്പിക്കാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെയുള്ള പരസ്പരം ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ വികസനത്തിനു വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി എന്തുമാത്രം സംഭാവന ചെയ്ത ഒരു സമൂഹമാണ് ഞങ്ങളുടേതെന്ന് ചരിത്രം പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ നിന്നും കുട്ടികൾ കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കി തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പറിച്ചു നടപ്പെടാൻ കുട്ടികൾ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അതിന് ഈ സർക്കാർ വേണ്ട ഇടപെടൽ നടത്തണം എന്നായിരുന്നു പിതാവിൻ്റെ ഉത്കണ്ഠയുടെ സംഗ്രഹം. ഈ വിഷയം പിതാവിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സാധാരണക്കാരൻ്റെയും ഒരു ഉത്കണ്ഠയാണ്. അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുള്ള വേദിയിൽ ജനങ്ങൾക്ക് വേണ്ടി പിതാവ് ഉന്നയിച്ചത്. ഒരുപക്ഷെ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും നല്ല കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കരുതിയും ആ ഒരു പ്രതീക്ഷയിലുമായിരിക്കാം പിതാവ് അതിനെക്കുറിച്ച് സംസാരിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് എവിടെയും പോലെ കുറെ സ്തുതിപാടലുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ പിണറായി വിജയൻ സൂര്യനാണെന്നൊക്കെ പറയുമെന്ന് വിചാരിച്ച നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ തെറ്റു ചൂണ്ടിക്കാട്ടൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. കേരളത്തിലെ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ആ കുട്ടി ലോകത്തെ അറിയുന്നുണ്ടെന്നും
അതുകൊണ്ട് തന്നെ കുട്ടികൾ കുട്ടിക്കാലത്ത് തന്നെ തീരുമാനിക്കുന്നുണ്ട് എവിടെ പോകണമെന്നും എന്ത് പഠിക്കണമെന്നും. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഇല്ലാത്തത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ നമ്മുടെ നാട്ടിൽ ജോലിയും സൗകര്യങ്ങളും പഠിക്കുവാനുള്ള സൗകര്യങ്ങളും കുറവായതുകൊണ്ടല്ല കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പാർട്ടി സഖാവിന്റെ രീതിയിലേക്ക് മാറിയതാണ് നാം കണ്ടത്. ഇവിടെ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത്. നമ്മുടെ ലോകം ഇന്ന് വലിയ തോതിൽ മാറ്റത്തിന് വിധേയമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കുഞ്ഞുനാളിലുള്ളതുപോലെയല്ല ഇന്നത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്. ആ കുഞ്ഞിൻ്റെ കയ്യിൽ, ഉള്ളം കയ്യിൽ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ വിവരവും ഉണ്ട്. ആ കുട്ടി വളരുന്നത് ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടാണ്. പഠിച്ചു വളരുമ്പോൾ ആ കുട്ടിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, അവിടെയുള്ള ഇന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കണം എന്ന ചിന്ത വരെ വരികയാണ്. അതിൻ്റെതായ സമ്മർദ്ദം ആ കുട്ടിയിൽ നിന്നും കുടുംബത്തിൽ വലിയ തോതിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ രക്ഷിതാക്കളും അതിൻ്റെ ഭാഗമായി കൂടുന്ന അവസ്ഥയുണ്ടാവുകയാണ്. ഈ അവസ്ഥ നാം കാണാതിരിക്കരുത്. ഇത് ഒരു പ്രതിഭാസമാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഡൽഹി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ ഡൽഹിയുടെ തൊട്ടാണല്ലോ ഹരിയാന. മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിരുന്നു. അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെ കുറിച്ചായിരുന്നു. അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല, തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി പഠിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും? അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ്. അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം. അതിനു പറ്റിയ കോഴ്സുകൾ ഉണ്ടാവണം, അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം, ആ തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നേക് അക്രഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിനൊരു താമസമുണ്ടാവും, കുറച്ച് നാൾ പിടിക്കും. നമ്മൾ ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ മാറ്റം വലിയ തോതിൽ കേരളത്തിലുണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത്. തന്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അതിന് തക്കതായ മറുപടി കൂടി തരുമെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. അതായത് സീറോ മലബാർ സഭയ്ക്ക് തന്റെ ഭരണത്തോട് ഒരു അതൃപ്തിയും തോന്നേണ്ട കാര്യമില്ലെന്നും ഒരു കാലത്ത് താൻ ഈ സഭയെ ഒരുപാട് സംരക്ഷിച്ചിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ നാടിന്റെ പുരോഗമനപരമായ വികസനോന്മുഖമായ മുന്നേറ്റത്തെ മുൻനിർത്തി സഭകളും വിശ്വാസികളുമൊക്കെ മുന്നോട്ട് വരുന്നത് നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിനും നമ്മുടെ വരും തലമുറകളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും ഉപകരിക്കും. ആ നിലക്ക് കാലിക പ്രസക്തവും ഭാവിക്ക് അനുയോജ്യമായ നിലയിലേക്കും നിലപാടുകളിലേക്കും സഭയെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഭിവന്ദ്യ തട്ടിൽ പിതാവിന് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത്. സീറോ മലബാർ സഭയ്ക്ക് ഒരു പരാതിയും സാധാരണഗതിയിൽ ഈ സർക്കാരിനെ കുറിച്ചുണ്ടാകില്ല.
മറ്റു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓർത്താൽ മതി, വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ എത്ര നിഷ്പക്ഷമായും കാര്യക്ഷമമായുമാണ് സർക്കാർ ഇടപെട്ടത് എന്ന്. അല്ലെങ്കിൽ എന്തായിരുന്നു സംഭവിക്കുക എന്നുള്ളത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അത് നിഷ്പക്ഷമായി നടത്താനുള്ള ത്രാണി ഈ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഉണ്ടായി എന്നതും നമ്മളാരും മറക്കേണ്ടതില്ല. അതൊന്നും ഒരു ഭംഗിവാക്കോ പൊങ്ങച്ചം പറച്ചിലോ അല്ല. കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് നല്ലതല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വെളിപ്പെടുത്തില്ല. പക്ഷേ എന്തുകൊണ്ട് ആ തരത്തിലുള്ള കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞു? അത് നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു പ്രത്യേകതയുടെ ഭാഗം കൂടിയാണ് എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. മുൻപ് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ള താക്കീതും അദ്ദേഹം നൽകി. അന്ന് സഭയെ സഹായിച്ചതുകൊണ്ട് തന്നെ ഇനിയും തന്റെ ഭരണത്തിൽ അതൃപ്തി ഉണ്ടെങ്കിൽ പോലും മിണ്ടാതെ ഒരു പരാതിയും കൂടാതെ സഹിച്ചോണം എന്ന ഒരു ടിപ്പിക്കൽ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭീഷണി തന്നെയായിരുന്നു ആ വേദിയിൽ പിന്നീട് കേൾക്കാൻ സാധിച്ചത്. പെട്ടെന്ന് അദ്ദേഹം പിണറായിലെ ആ പഴയ സഖാവായി മാറി. ഒരുപക്ഷെ സ്തുതിപാഠകരുടെ നടുവിൽ ജീവിക്കുന്ന ഏകാധിപത്യ ശൈലിയിലുള്ള ഒരു ഭരണാധികാരിക്ക് തന്നെക്കുറിച്ചുള്ള അല്ലെങ്കിൽ തന്റെ ഭരണത്തെക്കുറിച്ചുള്ള കുറവുകൾ കേട്ടാൽ അതിനെതിരെ പ്രതികരിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഭീഷണിയും ശിക്ഷയുമായിരിക്കും. എന്തായാലും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ജനങ്ങളുടെ നേരെ കണ്ണു തുറക്കാത്ത ഭരണകൂടങ്ങളെക്കുറിച്ചും അവരുടെ നിയമവ്യവസ്ഥകളെക്കുറിച്ചും ആരും തുറന്നു സംസാരിക്കാൻ പാടില്ല. സംസാരിച്ചാൽ അതിനെതിരെയുള്ള പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ജനങ്ങളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയ മെത്രാനോട് അതേ സഭയിലെ ചില കാര്യങ്ങൾ ഞങ്ങൾ തീർത്തു തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പരാതി പറയരുത്, കിട്ടുന്നതും മിണ്ടാതെ വാങ്ങിക്കോ എന്ന ഒരു ലെവൽ. എന്തായാലും ശേഷം പ്രസംഗത്തിലേക്ക് എത്തിയ VD സതീശനും ഈ വിഷയം മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നിസ്സാരവൽക്കരിച്ചില്ല. പിണറായി വിജയൻ പറഞ്ഞ രീതിയിലല്ല നമ്മുടെ നാടിന്റെ പോക്കെന്നും അത് ഇത്തിരി ഭയക്കേണ്ട അവസ്ഥയാണെന്നും VD സതീശനും പറഞ്ഞു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വളരെ ഒരു ഉത്കണ്ഠ പങ്കുവച്ചു. എന്തിനെക്കുറിച്ചാ? ബ്രെയിൻ ഡ്രെയിനിനെ കുറിച്ച്. നമ്മുടെ നാട്ടിൽ നിന്ന് കുട്ടികൾ ഒഴുകിപ്പോവുകയാണ്. പഠിക്കാൻ പണ്ടും പോയിരുന്നു. ശ്രീ ശശി തരൂരൊക്കെ വിദേശത്ത് പോയി പഠിച്ച ആളാണ്. ആഗ്രഹമുള്ളവർക്കെല്ലാം പോകാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോക്ക് അതാണോ? അതിന് അത്ര ലാഘവത്വത്തോടുകൂടി കാണാൻ പറ്റുമോ? എല്ലാവരും പോവാം, കുട്ടികളെല്ലാവരും പോവാം, ആയിരക്കണക്കിന് കുട്ടികൾ പോവാം. അവിടെ പോയി ഏത് ഉന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്നതെന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. 35-40 ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഗൾഫിൽ പോകുന്ന പോലെ അല്ല. ഈ യൂറോപ്പിലൊന്നും പോയാൽ പൈസ ഇങ്ങോട്ട് അയക്കില്ല. അവിടെ ചെന്ന് രക്ഷപ്പെട്ടാൽ ഒരു വീടൊക്കെ എടുത്ത് ഡെറ്റ് ട്രാപ്പിലാവുകയാണ്. പിന്നെ ജീവിതകാലം അവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസ് എല്ലാം ഉള്ളതുകൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിൻ്റെ ഭാഗമായ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അപ്പം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുക. ആണോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. ഞാൻ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ഡിഗ്രിക്ക് UGക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 90% മാർക്ക് വേണം. ഇന്ന് കേരളത്തിലെ മേജർ കോളേജുകളിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഒക്കെ ഒഴിഞ്ഞിടക്കുകയാണ് സീറ്റ്. ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എത്ര മേജർ കോളേജുകളിൽ PG കോഴ്സ് ഇല്ലാതായി? പല PG കോഴ്സുകളും വേണ്ടെന്ന് വെച്ചു, കുട്ടികളില്ലാത്തതുകൊണ്ട്. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറുകയാണ്. അപകടമായ കേരളത്തിൽ മിഷണറിമാർ വന്ന് കേരളത്തിലെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 25 കൊല്ലം മുമ്പ് നമ്മൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്നത് ഇത് യൂറോപ്യൻ മോഡലാണ്. അവിടെ നിൽക്കുകയാണ്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് കുട്ടികൾ നാടുവിടുന്നു, കേരളം വയസ്സന്മാരുടെ നാടായി എന്ന് പറഞ്ഞത് കേരളത്തിലെ ഓരോ സാധാരണക്കാരൻ്റെയും വേദനയും ഉത്കണ്ഠയുമാണ്. അത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ തിരിച്ച് സഭയുടെ പണ്ടത്തെ കഥകൾ എടുത്തിട്ട് ഭീഷണിപ്പെടുത്തി വായ അടപ്പിക്കുക അല്ല ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. മറിച്ച് ജനങ്ങളെ കേൾക്കാനും അവരുടെ വേദന മനസ്സിലാക്കി അവർക്ക് വേണ്ട സർക്കാർ സഹായങ്ങൾ ചെയ്യുക എന്നതാണ്. അല്ലാതെ ഞങ്ങൾ ഭരണാധികാരികൾ നൽകുന്ന എച്ചിലുകൾ തിന്ന് ജീവിക്കുക, മിണ്ടാനോ പ്രതികരിക്കാനോ പാടില്ല എന്ന നയങ്ങൾ
ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന് ഭൂഷണമല്ല. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനസേവകരാണ്. അത് മുഖ്യമന്ത്രി ആയാലും മന്ത്രിമാരായാലും എന്ന വസ്തുത മറക്കാതിരിക്കുക. രാജാവ് നഗ്നനാണെന്ന് പലവട്ടം തുറന്നു പറഞ്ഞിട്ടും താൻ നഗ്നനാണെന്ന് രാജാവ് സ്വയം മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അന്തം പരിവാരങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ ദുഃഖകരമാകും.